ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് മാസും വെയ്റ്റും ഒരേപോലെയാണോ എന്ന്. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വി യൂഷ്വലി സേ ദാറ്റ് എ സാക്ക് ഓഫ് സിമെൻറ്റ് വെയ്റ്റ്സ് 50 kg and a sack of cement has a mass of 50 kg. Do they mean the same? Let us analyze. അതായത് ഒരു ചാക്ക് സിമെൻറ്റിന് 50 കിലോഗ്രാം ഭാരമുണ്ടെന്നും 50 കിലോഗ്രാം മാസ് ഉണ്ടെന്നും നമ്മൾ പറയാറുണ്ടെന്ന്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? നിങ്ങൾ ഭാരം കൊണ്ടെന്നൊക്കെ പറയാറുണ്ടാവുമായിരിക്കും അല്ലേ? നിങ്ങൾ എപ്പോഴും പറയുമല്ലേ, ഉഫ് എന്തൊരു ഭാരം ഇത്, അങ്ങനെയൊക്കെ പറയും അല്ലേ? പക്ഷെ മാസ് ഉണ്ടെന്നും നിങ്ങൾ പറയാറുണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. മാസ് ആൻഡ് വെയ്റ്റ്. You have learned that the mass of an object is quantity of matter contained in it. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മാസ് എന്താണെന്ന് അല്ലേ? അപ്പോൾ ഇവിടെ മാസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് പറയുന്നത് എന്ത് മാസ് എന്ന് പറയുന്നത്. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ മാസ്. മാസ് അളക്കാൻ വേണ്ടിയിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന്. ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്? കോമൺ ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ മാസ് ഓഫ് അനദർ ഒബ്ജക്റ്റ് യൂസിങ് എ കോമൺ ബാലൻസ്. കോമൺ ബാലൻസിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ബാലൻസ് കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല അല്ലേ? ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് പ്ലാറ്റ്ഫോം ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കോമൺ ബാലൻസിൽ മറ്റൊരു വസ്തുവിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ അടുത്തത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെയ്റ്റ് ഈസ് എ ഫോഴ്സ്. വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു ഫോഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് എന്താണെന്ന് പറഞ്ഞു, മാസും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാസും വെയിറ്റും തമ്മിൽ ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു പേന എടുക്കാന്നുണ്ടെങ്കിൽ അതിന്മേലൊരു ക്യാപ്പ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബ് ഉണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോഴുള്ള ആ ഒരു വെയിറ്റാണ് അതിൻ്റെ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ മനസ്സിലായല്ലോ? അപ്പോൾ മാസും വെയിറ്റ് എന്ന് പറയുന്നത് ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ് അല്ലേ? When an object is on the moon or other celestial bodies, the weight of the object at that place is the force exerted by those bodies on the object. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഒരു സെലസ്റ്റിയൽ ബോഡി വസ്തുവിനെ ആകർഷിക്കുന്ന ആ ഒരു ഫോഴ്സാണ് ആ വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തു എവിടെയാണോ ഇരിക്കുന്നത് ആ വസ്തുവിൽ ആ ഒരു ഗോളം പ്രയോഗിക്കുന്ന ആകർഷണ ബലമായിരിക്കും ആ വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഒരു വസ്തു ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഭൂമി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമായിരിക്കും ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഭൂമി അല്ല, ഇപ്പോൾ ചന്ദ്രനിലാണെന്നുണ്ടെങ്കിലോ ചന്ദ്രൻ ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇഫ് ദ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് എം, ദെൻ ഇറ്റ്സ് വെയ്റ്റ് വിൽ ബി mg. ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കും. അതായത് g എന്ന് പറയുന്നത് എന്താ? ഭൂമി അതിന്മേൽ പ്രയോഗിക്കുന്ന ആ ഒരു ആകർഷണ ബലം. വെയിറ്റ് ഈസ് മെഷേർഡ് യൂസിങ് ഡിവൈസ് സച്ച് ആസ് സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് എക്സെട്ര. ദ യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങിയവ. ഇനി ഇവിടെ പറയുന്നത് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ. അതായത് വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അനദർ യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ വെയിറ്റിൻ്റെ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? കിലോഗ്രാം വെയിറ്റ് ആണ്. യൂഷ്വലി കിലോഗ്രാം വെയിറ്റ് ഈസ് മാർക്ക്ഡ് ആസ് കിലോഗ്രാം ഓൺ എ സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസിൽ ഇത് സാധാരണയായിട്ട് രേഖപ്പെടുത്തുന്നത് കിലോഗ്രാം തന്നെയാണ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം. ഇനി ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ ബോക്സിലുള്ളതും കൂടി നോക്കാം. 1 kilogram weight. 1 kilogram weight is the force of attraction exerted by the earth on an object of mass 1 kilogram. ഇവിടെ 1 കിലോഗ്രാം വെയിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിന്
തുല്യമായിട്ടുള്ള ഒരു ഫോഴ്സാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് F=ma. അതായത് എക്ക് പകരം നമ്മളോട് എന്ത് കൊടുക്കുകയാണ്? ജി കൊടുക്കുകയാണ്. അതായത് ഭൂമി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണോ അതാണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ആ ഒരു ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F=ma ആണ്. അപ്പോൾ എ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? നമുക്ക് ജി കൊടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്, അതായത് ma എന്ന് പറയുന്നത് ആ വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് F=ma എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്ക് വരെ നമ്മൾ ജി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോഗ്രാം ആണ്, ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വേണ്ടത്? നമുക്ക് 9.8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് ന്യൂട്ടൺ എന്ന് പറയാം. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട് 50 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 9.8 ഇൻറ്റു 50 ഗുണിക്കുമ്പോൾ 490 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് 50 കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് പറയാം? 50 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അത് അവർ സോൾവും ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് 10 കിലോഗ്രാം. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് വെയിറ്റ് ഓൺ ദി എർത്ത്. വാട്ട് വുഡ് ബി ഇറ്റ്സ് വെയിറ്റ് ഇഫ് ഇറ്റ് ഈസ് വെർ ഓൺ ദി മൂൺ? ഇവിടെ ഒരു വസ്തുവിൻ്റെ മാസ് 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ജി എന്ന് പറയുന്നത് എർത്തിലുള്ള ജി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ mg = 10 ഇൻറ്റു 9.8, അതായത് 98 ന്യൂട്ടൺ ആണ് എന്താ എർത്തിലുള്ള ആ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂണിലേക്ക് വരുമ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ എർത്തിലുള്ള വസ്തുവിൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ചു. ഇനി മൂണിലായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. m എന്ന് പറയുന്നത് 10 തന്നെയാണ്, ജി എന്ന് പറയുന്നത് 1.62 ആണ്. ഇത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 16.2 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? The mass of an object remains the same everywhere in the universe. ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എവിടെ ആയിരുന്നാലും, ഈ യൂണിവേഴ്സിൽ എവിടെ ഇരുന്നാലും ഒരു മാറ്റവും ഉണ്ടാവില്ല. ദെൻ വാട്ട് അബൌട്ട് ഇറ്റ്സ് വെയിറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാരത്തിന് എന്തായിരിക്കും സംഭവിക്കുക? ഭാരത്തിന് മാറ്റം ഉണ്ടാവും. ഭാരത്തിന് മാറ്റം ഉണ്ടാവും അല്ലേ? കമ്പയർ മാസ് ആൻഡ് വെയിറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസും വെയിറ്റും താരതമ്യം ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് ടേബിളിൽ ഒന്ന് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് മെഷേർഡ് യൂസിങ് കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കാൻ വേണ്ടി പറ്റും. വെയിറ്റ് ആണെന്നുണ്ടെങ്കിലോ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത് അല്ലേ? ഇനി നമുക്കിതിലേക്ക് കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യാം. മാസിൻ്റെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇവിടെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. അതായത് മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. അതായത് ഭൂമി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആ ഒരു ആകർഷണ ബലമാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മാസ് എന്ന് പറയുന്നത് എന്താ? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് എന്ന് പറയുന്നതോ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ സ്കെയിലറൊക്കെ നിങ്ങൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടി ചേർത്ത് പറയുന്നതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, അതായത് കിലോഗ്രാം വെയിറ്റ് എന്നും പറയാം. ഞാൻ നേരത്തെ വായിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി മാസിൽ നിന്നിട്ട് അടുത്ത പോയിന്റ് നോക്കാം. മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് സെയിം എവരിവെയർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നാലും ഒരേപോലെ ആയിരിക്കും. വെയിറ്റ് ആണെന്നുണ്ടെങ്കിലോ അത് മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതായത് വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് വിൽ വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇനി അടുത്തത് 1-2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. വെൻ ഗുഡ്സ് ഷിപ്ഡ് ഫ്രം കൊച്ചി ടു ഇംഗ്ലണ്ട് വെൻ വെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് യൂസിങ് ദ സെയിം സ്പ്രിംഗ് ബാലൻസ് യൂസ്ഡ് ഇൻ കൊച്ചി, ദ വെയ്റ്റ് വാസ് ഫൗണ്ട് ടു ബി 20 ന്യൂട്ടൺ മോർ. വാട്ട് കുഡ് ബി ദ റീസൺ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ കയറ്റി അയച്ച ഒരു വസ്തുക്കളെ കൊച്ചിയിൽ ഉപയോഗിച്ച അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലണ്ടിൽ വെച്ച് തൂക്കി നോക്കിയപ്പോൾ 20 ന്യൂട്ടൺ ഭാരം കൂടുതലായി കണ്ടുവെന്ന്. എന്തായിരിക്കും അതിന് കാരണം എന്ന്? ഇവിടെ എന്താ ഈ അളവിൽ വ്യത്യാസം വരാനുള്ള കാരണം? ജിയുടെ വാല്യൂവിന് അനുസരിച്ചിട്ടാണ് അല്ലേ? നമുക്കിവിടെ ആൻസർ നോക്കാം. ഇംഗ്ലണ്ട് ഈസ് സിറ്റുവേറ്റഡ് നിയർ പോളാർ റീജിയൻ ആൻഡ് കൊച്ചി നിയർ ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ഇംഗ്ലണ്ട് എവിടെ കിടക്കുന്നത്? പോളാർ റീജിയൻ്റെ അടുത്താണ്. കൊച്ചിയോ ഇക്വറ്റോറിയൽ റീജിയൻ്റെ അടുത്താണ് അല്ലേ? അപ്പോൾ ദ വാല്യൂ ഓഫ് ജി ഈസ് ഗ്രേറ്റർ അറ്റ് പോളാർ റീജിയൻ ദാറ്റ് അറ്റ് ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് പോളാർ റീജിയനിൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് വസ്തുവിൻ്റെ ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെട്ടത്. അടുത്തത് നോക്കാം. Is an object heavier at the poles or at equator? Justify your answer. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്
പോളിലായിരിക്കുമ്പോഴാണോ ഇക്വേറ്ററിലായിരിക്കുമ്പോഴാണോ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നതെന്ന്. ഏതായിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത്? പോളിലായിരിക്കുമ്പോഴായിരിക്കും അല്ലേ. ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻ ഓബ്ജക്റ്റ് ഈസ് ഹെവിയർ അറ്റ് ദ പോൾസ്. വാല്യൂ ഓഫ് G ഈസ് ഗ്രേറ്റർ അറ്റ് പോളാർ റീജിയൻ ദാൻ അറ്റ് ഇക്വറ്റോറിയൽ റീജിയൻ. സോ വെയ്റ്റ് W=mg വിൽ ബി മോർ അറ്റ് ദ പോൾസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇക്വറ്റോറിയൽ റീജിയനെ അപേക്ഷിച്ച് ജിയുടെ വാല്യൂ പോളാർ റീജിയനിൽ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വസ്തുവിൻ്റെ വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. സോ വെയിറ്റ് വിൽ ബി മോർ അറ്റ് പോൾസ്. അതുകൊണ്ട് പോൾസിലായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഓബ്ജക്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിലായിരിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അവിടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ W=mg എന്ന് പറയുന്ന ഇക്വേഷനിൽ ജിയുടെ വാല്യൂ 0 വരുമ്പോൾ W=0 വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. At the center of the earth, objects are attracted equally in all direction. ഒരു എർത്തിൻ്റെ സെൻറ്ററിലായിരിക്കുമ്പോൾ ഒരു വസ്തുവിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിൽ നിന്ന് അനുഭവപ്പെടും അല്ലേ. അതുകൊണ്ട് തന്നെ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് വിൽ ബി 0 ദർ. അതുകൊണ്ട് അവിടുത്തെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ വാല്യൂ ഓഫ് G ഈസ് 0. അപ്പോൾ വാല്യൂ ഓഫ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദ വെയിറ്റ് ഓഫ് എൻ ഓബ്ജക്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് വിൽ ബി 0. അപ്പോൾ അവിടുത്തെ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. ഫ്രീ ഫോൾ ആൻഡ് വെയ്റ്റ്ലെസ്നെസ്. Hook a 20 gram mass on a spring balance and hold it. Bring it down quickly. ഇവിടെ സ്പ്രിംഗ് ബാലൻസിൽ 20 ഗ്രാം ഒരു തൂക്ക് കെട്ടി കൊളുത്തിയിട്ടിട്ട് സ്പ്രിംഗ് ബാലൻസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ത്തുക. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ റീഡിംഗ് അറ്റ് ദിസ് ടൈം. ഈ സമയത്ത് റീഡിങ്ങിലുണ്ടായ മാറ്റം എന്തായിരിക്കും? അതായത് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്ന്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? സ്പ്രിംഗ് ബാലൻസ് പെട്ടെന്ന് താഴ്ത്തുന്നതുകൊണ്ട് അതിന്മേൽ അനുഭവപ്പെടുന്ന ഭൂമിയുടെ ആകർഷണബലം എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഉള്ള റീഡിങ്ങിനേക്കാളും കുറവായിട്ട് കാണിക്കുന്നത്. If these are allowed to fall freely, the reading can be seen as 0. ഇനി അതിനെ താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. If an object is allowed to fall freely from a height, it will fall to the ground only under the gravitational force of the earth. Such a motion is called free fall. അതായത് ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും ഫ്രീ ആയിട്ട് താഴേക്ക് വീഴാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ആകർഷണബലത്താൽ മാത്രമായിരിക്കും ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു മോഷനെ പറയുന്നതാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. റീഡിങ് 0 ആവാനുള്ള കാരണം ഇതുവരെയും പറഞ്ഞില്ല അല്ലേ. നമുക്കതൊന്നുകൂടി നോക്കാം. വി നോ ദാറ്റ് എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് ഹാസ് ആക്സിലറേഷൻ. അതായത് താഴേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ദ ഫോഴ്സ് റിക്വയർഡ് ഫോർ ആക്സിലറേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് നൽകുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നൽകുന്ന ഈ ഫോഴ്സ് മുഴുവനും അതിന് ആക്സിലറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വസ്തുവിൻ്റെ ഭാരം 0 ആയിട്ട് മാറുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളതും കൂടി ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ഓൾസോ ക്ലിയർ ഫ്രം ദ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഇഫ് ദ എൻറ്റയർ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആക്സിലറേഷൻ ദ ഒബ്ജക്റ്റ് വിൽ ബി വെയ്റ്റ്ലെസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വസ്തുവിലേക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ആക്സിലറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് 0 ആയിട്ട് മാറുന്നത്. ഭാരമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഫോർ എ പേഴ്സൺ ഹൂ ഓർബിറ്റ്സ് ദ എർത്ത് ഇൻ സ്പേസ് സ്റ്റേഷൻസ്. അതായത് സ്പേസ് സ്റ്റേഷനുകളിൽ ഭൂമിയെ ചുറ്റുന്നയാൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഫോർ എ കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ വെൻ കമ്മിങ് ഡൗൺ ഇൻ ദ ലിഫ്റ്റ്. തെങ്ങിൽ നിന്നും താഴേക്ക് വീഴുന്ന നാളികേരം. അതുപോലെ തന്നെ ലിഫ്റ്റിലൊക്കെ നമ്മൾ കയറുന്ന സമയത്തും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി എക്സ്പീരിയൻസസ് വെയ്റ്റ്ലെസ്നെസ്? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഇതിൻ്റെ ആൻസർ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അടപ്പെടുത്തി തരാം കേട്ടോ. The entire force of gravity is used to provide acceleration. The object will be weightless. Is in the motion of a freely falling stone in a straight line. താഴേക്ക് പതിക്കുന്ന ഒരു ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുന്ന ഒരു കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. ബട്ട് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഹാവ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ചലനം എന്ന് പറയുന്നത് ഏത് തരത്തിലാണെന്ന്. റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഫോർ സച്ച് ടൈപ്പ് ഓഫ് മോഷൻസ്. അങ്ങനെയുള്ള ചലനങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. വേർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ്. അതായത് ഒരു കല്ല് കയറിൽ കെട്ടിയിട്ട് കറക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് എക്സാമ്പിൾ ആഡ് ചെയ്യാം. റൊട്ടേഷൻ ഓഫ് ഫാൻ. പിന്നെ പറയാം റൊട്ടേഷൻ ഓഫ് ജയൻറ്റ് വീൽ.
Next, circular motion. A stone tied to a string is whirled as shown in the figure 4.15. Is in its motion in a circular path. This is circular motion. ഒരു ചരടിൽ കെട്ടിയ ഒരു കല്ലാണ് ചിത്രത്തിൽ കറക്കുന്നത് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ചലനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൃത്തപാതയിലുള്ള ചലനമാണ് അല്ലേ? സർക്കുലർ മോഷനാണ് ഇതിൻ്റെ. സർക്കുലർ പാത്തിൽ കൂടെയാണ് ഈ ഒരു കല്ല് ചലിക്കുന്നത്. ഇങ്ങനെയുള്ള ചലനത്തെ പറയുന്നതാണ് എന്ത്? സർക്കുലർ മോഷൻ. If the stone moving along a circular path covers equal distance at equal interval of time, then it is in uniform circular motion. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കല്ല് ഒരു സർക്കുലർ പാത്തിൽ കൂടെ തുല്യ സമയം കൊണ്ട് തുല്യ ഇടവേളകളിൽ, അതായത് ടൈം ഓഫ് ഇൻ്റർവെല്ലാണ് തുല്യ ദൂരം സഞ്ചരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ചലനത്തെ പറയുന്നതാണ് എന്ത്? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അതായത് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കാം. ഡസ് ദിസ് ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി ദോ ഇറ്റ് ഹാസ് യൂണിഫോം സ്പീഡ്? വൈ? ഈ ഒരു വസ്തുവിൻ്റെ സ്പീഡ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ, യൂണിഫോം സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കുമോ? അല്ലല്ലോ. ഇത് യൂണിഫോം സ്പീഡിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും യൂണിഫോം ആവില്ല. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. This object does not have uniform velocity. Though it has uniform speed, its direction is changing continuously. So it has non-uniform velocity. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കുലർ പാത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡ് യൂണിഫോം ആണെങ്കിലും അതിൻ്റെ വെലോസിറ്റി ഒരിക്കലും യൂണിഫോം ആവില്ല. കാരണം എന്താ? അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഡസ് ദിസ് ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്? ഈ വസ്തുവിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടോ? അനുഭവപ്പെടുന്നുണ്ട്. ഇഫ് ദ സ്ട്രിങ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ഹാൻഡ്, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ സ്റ്റോൺ മൂവ്? വോണ്ട് ഇറ്റ് ബി അലോങ് ദി ടാൻജൻറ്റ്. ചിത്രത്തിൽ 4.16 എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ മുകളിലേക്ക് ഒരു വരയും കൊടുത്തിട്ടുണ്ട്. അതിനെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കല്ല് നമ്മൾ പിടിവിടുകയാണെന്നുണ്ടെങ്കിൽ അത് തെറിച്ചു പോകുന്നത് ടാൻജൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും തെറിച്ചു പോകുന്നത്. The rate of change of velocity is acceleration. Acceleration എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതായത് rate of change of velocity ആണ് acceleration എന്ന് പറയുന്നത്. Acceleration of an object moving along a circular path is centripetal acceleration. അപ്പോൾ centripetal acceleration എന്താണെന്നൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കുലർ പാത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്സലറേഷനെ പറയുന്നതാണ് centripetal acceleration എന്ന് പറയുന്നത്. The force required for this acceleration is centripetal force. അപ്പോൾ ആ ഒരു ആക്സലറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫോഴ്സിനെ പറയുന്നതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഹൂ ഗേവ് ദിസ് ഫോഴ്സ്? ഈസിൻറ്റ് ഇറ്റ് അവർ ഹാൻഡ്? അതായത് ഈ ഒരു ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? നമ്മളുടെ കൈ തന്നെയാണ് ആ ഒരു കല്ലിന് കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്താണെന്ന് പറഞ്ഞു, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? അതായത് ഒരു വൃത്തപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്സലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ആക്സലറേഷന് വേണ്ട ഫോഴ്സിനെ പറയുന്നതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. If there is no centripetal force, can there be circular motion? ഇനി ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെ ഒരു സർക്കുലർ മോഷൻ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ദാറ്റ് ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം, പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ, ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് എക്സെട്ര. അതായത് ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും അതുപോലെ തന്നെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നതുമെല്ലാം ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊണ്ടാണ്. It is due to the centripetal force that vehicles negotiating curves on road tend to skid or roll off the curve. ഇനി ഇവിടെ പറയുന്നത് ഈ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ കുറവ് മൂലം ചിലപ്പോൾ വാഹനങ്ങളൊക്കെ വളവ് തിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. മാസ് ആൻഡ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് കർവേച്ചർ ഓഫ് ദ റോഡ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടെൻഡൻസി ഓഫ് ദ വെഹിക്കിൾ ടു റോൾ ഓവർ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ വാഹനത്തിന്റെ മാസ്, അതുപോലെ തന്നെ സ്പീഡ്, അതുപോലെ തന്നെ ആ റോഡിന്റെ ഒരു കർവ്, ഈ എല്ലാ ഫാക്ടേഴ്സും ആണ് ഒരു വാഹനം മറിയാനുള്ള ഒരു ടെൻഡൻസിക്ക് കാരണമാകുന്നതെന്നാണ് പറയുന്നത്.
Will the path followed by the objects moving under centripetal force be circular or curved? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊണ്ട് സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും ആ ഒരു പാത്ത് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സർക്കുലറോ അല്ലെങ്കിൽ കർവ്ഡോ ആയിരിക്കും. ഇഫ് സോ, ഫ്രം വേർ ഡു ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് അറൌണ്ട് ദ എർത്ത് ഗെറ്റ് ദർ സെൻട്രിപെറ്റൽ ഫോഴ്സ്? ഇതിൻ്റെ ആൻസറോട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് ഈ ലഭിക്കുന്ന ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണെന്ന്. Isn't it Earth's gravitational force that is acting as a centripetal force? അതായത് ഭൂമിയുടെ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. ചന്ദ്രയാൻ 3 which marked a new beginning in India's field of science overcame the same gravitational force and landed on the moon. ഇനി നമ്മളിവിടെ പറയുന്നത് ചന്ദ്രയാൻ 3യെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് സയൻസിൻ്റെ ഫീൽഡിൽ നമുക്കൊരു പുതിയൊരു ബിഗിനിങ് ഉണ്ടാക്കി തന്ന ചന്ദ്രയാൻ 3 ആണ്. അപ്പോൾ ഈ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് എവിടെ എത്തിയത്, മൂണിലെത്തിയെന്നാണ് പറയുന്നത്. Wouldn't satellite require a lot of energy to overcome Earth's gravity and enter the outer space? എർത്തിൻ്റെ ഗ്രാവിറ്റിനെ ഓവർകം ചെയ്തുകൊണ്ട് സാറ്റലൈറ്റുകൾക്ക് ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം എനർജി ആവശ്യമാണ്. ഹെൻസ് ലാർജ് റോക്കറ്റ്സ് ആർ യൂസ്ഡ് ടു ലോഞ്ച് സാറ്റലൈറ്റ്സ്. അപ്പോൾ റോക്കറ്റുകളൊപ്പം എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ സാറ്റലൈറ്റുകളുടെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ദീസ് ഇൻക്രീസസ് ദ എക്സ്പെൻസ് ഓഫ് ദ മിഷൻ. അപ്പോൾ വലിയ റോക്കറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് മുടക്കേണ്ടി വരും അല്ലേ. The technological advancement used for the launch of Chandrayaan helped into land on the moon using less powerful rockets than the lunar mission of other nations. നമ്മുടെ രാജ്യമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയാൻ 3നെ അവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അത് വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ എന്താ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് എന്താ കുറച്ചും കൂടി ശേഷി കുറഞ്ഞ റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ചന്ദ്രയാൻ 3നെ നമുക്ക് എവിടെ മൂണിൽ എത്തിക്കാനായിട്ട് സാധിച്ചത്. The speed of the lander will increase on reaching the moon due to the moon's gravity. അപ്പോൾ ഏതൊരു ലാൻഡറും മൂണിൽ എത്തുമ്പോൾ മൂണിൻ്റെ ആ ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ ലാൻഡറിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡിനെ പരമാവധി കുറച്ചിട്ടാണ് സോഫ്റ്റ് ലാൻഡിങ് അവിടെ നടത്തിയത്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ മികവിനെയാണ് ഈ പാഠം തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾ പുകഴ്ത്തിയത്. ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.